ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ന്യൂ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ഒരു നൈറ്റി ഷേപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ബാക്ക് കഴുത്തൊക്കെ കുറച്ച് ഇറക്കി വെട്ടിയിട്ട് ബാക്ക് കഴുത്തൊക്കെ എങ്ങനെ തയ്ച്ചെടുക്കുക എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടേക്കണം. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് കാണാം കേട്ടോ. ഈ നൈറ്റിയുടെ കട്ടിംഗ് വീഡിയോയിൽ ഇതിൻ്റെ ബാക്ക് കഴുത്ത് എങ്ങനെയാണ് ഇറക്കി വെട്ടുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ കഴുത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കട്ട് പീസ്, ഈ ഒരു പീസ് എങ്ങനെ കട്ട് ചെയ്തെടുത്തതെന്നും കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പീസ് കഴുത്തിൻ്റെ അവിടെ വെച്ചിട്ട് തയ്ച്ച് കൊടുക്കാം. നമ്മൾ ചുരിദാറൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ കഴുത്തിന് വേണ്ടിയിട്ടൊരു പീസ് വെച്ച് തയ്ക്കാറുണ്ടല്ലോ, അതുപോലെ തന്നെയാണ് തയ്ക്കുന്നത്. പക്ഷേ ഇതിൻ്റെ കഴുത്ത് വെട്ടുമ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ നമ്മൾ ആ കട്ട് പീസ് വെച്ച് കൊടുത്തിട്ട് നമ്മൾ തയ്ച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. ഇതിൻ്റെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വെക്കുക, എന്നിട്ട് വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. മാക്സിയുടെ കഴുത്ത് കുറച്ച് ഇറക്കി വെട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാക്ക് സൈഡിൽ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് ഒഴിവാക്കാൻ പറ്റും. മാക്സി ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് വൃത്തിയിൽ തോന്നുകയും ചെയ്യും കേട്ടോ. ഒരു അത്യാവശ്യം കുറച്ച് ഇറക്കി വെട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ് കാണാൻ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് പിന്നെ മാക്സിയുടെ കഴുത്ത് ഇറക്കി വെട്ടണം, കയറ്റി വെട്ടണം എന്നുള്ളതൊക്കെ. പക്ഷേ നമ്മൾക്ക് റെഡിമെയ്ഡ് എടുത്ത മാക്സി നമ്മൾ കുറച്ചൊന്ന് ഇറക്കി വെട്ടിയിട്ട് തയ്ക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവും കേട്ടോ, ബാക്ക് സൈഡ് കാണാൻ വേണ്ടിയിട്ട്. കഴുത്ത് തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത ആ ഒരു കട്ട് പീസ് നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇതുപോലൊന്ന് ഉള്ളിലോട്ട് മടക്കി കൊടുക്കുക. മടക്കി കൊടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ അപ്പുറത്തൊരു ചെറിയ ഭാഗം ഉണ്ടായിരിക്കും, അവിടെ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് തട്ടാതെ ശ്രദ്ധിക്കുക. ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളത് ഉള്ളിലോട്ട് മടക്കി തയ്ക്കുക കേട്ടോ. അപ്പോഴൊരു നല്ലൊരു വൃത്തിയിൽ നിൽക്കും. അല്ലെങ്കിൽ ഇങ്ങനെ പൊന്തി അല്ലെങ്കിൽ ബബിള് വന്ന് നിൽക്കുന്ന പോലെ ഉണ്ടായിരിക്കും. ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് അമർത്തി കൊടുക്കുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അരികിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക, വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ ഭംഗി ഉണ്ടാവില്ല. അരികിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അധികം പണികളൊന്നും ഇല്ലാതെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ മാക്സി ഷേപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. എനിക്ക് മാസത്തിൽ അത്യാവശ്യം നല്ലൊരു വരുമാനം കിട്ടുന്നതും ഈ മാക്സി ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെറ്റീരിയൽസ് മേടിച്ചിട്ട് അതുകൊണ്ട് മാക്സി തയ്ക്കാൻ വേണ്ടി പറയും. അതുമാണ് കൂടുതലായിട്ട് കിട്ടുന്ന വർക്ക്. ഇപ്പോൾ നമ്മൾ ആ കട്ട് പീസ് ഉള്ളിലോട്ട് മടക്കിയിട്ട് കറക്റ്റായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് നമ്മുടെ മാക്സിയുടെ ഉൾവശം ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇപ്പോൾ ഈ ഒരു പീസിൻ്റെ തലപ്പ് നമുക്കൊന്ന് മടക്കി തയ്ച്ചു കൊടുക്കാനുണ്ട്. അത് ഇതുപോലെ ഉള്ളിലോട്ടൊന്ന് തയ്ച്ചിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് മടക്കി കൊടുത്തിട്ട് തയ്ച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ റെഡിമെയ്ഡ് നൈറ്റിയൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെയല്ലേ തയ്ച്ചു കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അതുപോലെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് വളരെ എളുപ്പത്തിൽ വരുമാനം നേടാൻ പറ്റിയൊരു കാര്യമാണ് കേട്ടോ ഈ മാക്സി ഷേപ്പിങ്ങും മാക്സി സ്റ്റിച്ചിങ്ങും ഒക്കെ ഉള്ളത്. കാരണം ഇത് അത്ര ബുദ്ധിമുട്ടുള്ളൊരു പണിയായിട്ട് തോന്നിയിട്ടില്ല മാക്സിയുടെ വർക്കൊക്കെ. അതുപോലെ കുറച്ച് മാക്സികൾ വാങ്ങിക്കൊടുന്ന് വെച്ചിട്ട് സെയിൽ ചെയ്യുന്നതും നല്ലൊരു വരുമാന മാർഗ്ഗമാണ് കേട്ടോ. ഇപ്പോൾ മാക്സിയുടെ കഴുത്തിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാലൻസ് ആയിട്ട് നിൽക്കുന്ന നൂലോ തുണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത്രയേ ഉള്ളൂ ഇതിൽ വരുന്ന വർക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഷോൾഡറൊക്കെ കൂട്ടി തയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അതിന് ഫ്രണ്ട് ഭാഗവും മാക്സിയുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും ഒരുമിച്ചിട്ട് അതിൻ്റെ ഷോൾഡറൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഷോൾഡർ തയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളത് സ്ട്രൈറ്റ് ലൈനായിട്ട് അങ്ങോട്ട് തയ്ക്കാതിരിക്കുക. ഒരു ഇത്തിരി ചെരിവ് കൊടുക്കുക കേട്ടോ. കൈയിൻ്റെ അവിടേക്കുള്ള ഒരു ഇത്തിരി ചെരിവ് കൊടുത്തിട്ട് തയ്ക്കുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടായിരിക്കും. ഇനി നമ്മൾ കട്ട് ചെയ്യുന്ന വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ ഷേപ്പിൻ്റെ മാർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കൈ വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. കൈ വെച്ച് കൊടുക്കുന്നതിന് മുൻപ് ആദ്യം നമ്മൾ കൈയിനെ അതിൻ്റെ അടിഭാഗം ഒന്ന് മടക്കി തയ്ച്ച് കൊടുത്തതിന് ശേഷം കൈ വെച്ച് കൊടുക്കാം. മാക്സി തയ്ക്കുമ്പോൾ ചില ആളുകൾക്ക് ഫുൾ കൈ വേണമെന്ന് പറയാറുണ്ട്. അപ്പോൾ ഫുൾ കൈ ഒക്കെ വേണ്ടി വരുന്ന സമയത്ത് നമ്മൾ മാക്സിയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പീസുകൾ ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ കയ്യിന് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നല്ല ഫുൾ കൈയൊക്കെ വേണ്ടി വരുന്ന ആളുകൾക്ക് വേറെ മോഡലുകൾ കൈ ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് അതിൻ്റെ മാച്ചിങ് മെറ്റീരിയൽസൊക്കെ വെച്ച് കൊടുത്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തേക്കാം.
ഓരോരുത്തരും കൈ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ മോഡൽ വേറെ വേറെ ആയിരിക്കും. ചിലർ കൈവണ്ണം തയ്ച്ചതിന് ശേഷം കൈ വെച്ച് കൊടുക്കുന്നവരുണ്ട്. ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് കൈ വെച്ച് കൊടുക്കാറുണ്ട്. ഞാൻ ചെയ്യാറ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗവും നമ്മൾ കയ്യിന് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു പീസിൻ്റെ നടുവിൽ ഞാനൊരു മാർക്ക് ഇടും. അതിന് ശേഷം ഇത് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യാറ്. കൈവണ്ണം ആദ്യം തയ്ച്ചെടുത്തിട്ട് കൈ വെച്ച് കൊടുക്കാറില്ല. ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് ഇതാണ് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. പെർഫെക്റ്റായിട്ട് കിടക്കാറുമുണ്ട്. ഇങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് കയ്യിൻ്റെ ഇങ്ങനെ ഫ്രണ്ട് ഭാഗം അങ്ങനെ പൊന്തി നിൽക്കാറോ അങ്ങനെയൊന്നുമില്ല. പെർഫെക്റ്റായിട്ട് തന്നെ കിടക്കും. അപ്പോൾ അത് ഓരോരുത്തരുടെ പഠിച്ചെടുത്തതിൻ്റെ ഓരോരോ കാര്യങ്ങളായിരിക്കും. നമ്മളിപ്പോൾ എങ്ങനെയാണോ നമ്മൾ ആദ്യമേ പഠിച്ചെടുത്തത് അതുപോലെ തന്നെ ആയിരിക്കില്ലേ നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെയാണ് പഠിച്ചെടുത്തത്. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കാറ്. നിങ്ങൾ ഒക്കെ എത്രയാണ് മാക്സിയൊക്കെ തയ്ച്ചു കൊടുക്കുമ്പോൾ എത്രയാണ് വാങ്ങിക്കാറ് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഓരോരോ നൈറ്റി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓരോരോ സ്ഥലത്ത് ഓരോരോ എമൗണ്ടുകളായിരിക്കും അല്ലേ. ഞാനിവിടെ 50 മുതൽ 100 വരെ അങ്ങനെയാണ് ഞാൻ മേടിക്കാറ്. അത് ഓരോരോ മാക്സിയുടെ വർക്കിനനുസരിച്ചിട്ടും ഒക്കെയാണ്. ഇത് മാക്സി ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണ് വാങ്ങിക്കാറെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മാക്സിയുടെ കൈ വെച്ച് കൊടുക്കൽ കഴിഞ്ഞു. ഇനി അത് നമ്മുടെ അളവിന് എത്രയാണോ വണ്ണം അതൊക്കെ വെച്ച് നോക്കിയിട്ട് ഒന്നുകൂടി ഷേപ്പ് ചെയ്ത് കൊടുക്കുക. അതുകൂടെ കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമ്മുടെ മാക്സിയുടെ വർക്ക് നമ്മുടെ ഇതാ കഴിഞ്ഞു. 2 സൈഡും 2 കൈഭാഗം ഉണ്ടല്ലോ, 2 കൈഭാഗങ്ങളും ഒന്ന് അതിൻ്റെ വണ്ണമൊക്കെ നോക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഷേപ്പും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് ഇതിൻ്റെ മാക്സിയുടെ താഴ്ഭാഗം ഉണ്ടല്ലോ, താഴ്ഭാഗം കൂടി അങ്ങ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ മാക്സി തയ്ക്കൽ കഴിഞ്ഞു. നമ്മളെപ്പോഴും താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ച് ഇറക്കം കൂട്ടി കൊടുക്കുക, പ്രത്യേകിച്ച് കോട്ടൺ നൈറ്റിയൊക്കെ ആകുമ്പോൾ. കാരണം നനഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങി പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ലൂസ് കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക, ഇറക്കവും കുറച്ച് കൂട്ടിയിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ മാക്സിയുടെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനലൊന്ന് കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.